8 വർഷക്കാലം അഡ്വക്കേറ്റ് യാത്ര ചെയ്തത് ചെറിയൊരു യാത്രയായിരുന്നു അല്ല. അതിലെന്തൊക്കെ പ്രതിസന്ധി ഉണ്ടായിരുന്നു? ഞാൻ അഡ്വക്കേറ്റ് ഒരു കേസിലല്ല ഇങ്ങനെ യാത്ര ചെയ്തേക്കണം. അല്ല. ഞാനൊരു 17ാമത്തെ വയസ്സിൽ ഞാൻ ആക്സിലേറ്റ് ആണ്. ആ കാലഘട്ടത്തിൽ കെ വേണു എന്നൊക്കെ കേട്ടിട്ടുണ്ടോ? അങ്ങനെ ഒരു മൂവ്മെന്റ് ഇവിടെ ഉണ്ടായിരുന്നു. ഓക്കെ. 70കളിൽ. അപ്പോൾ ആ 70കളിൽ ഇവിടുത്തെ മുതലാളിമാർക്കെതിരെയും ജന്മിത്വത്തിനെതിരെയും പോരാടിയ കമ്മ്യൂണിസ്റ്റുകാരായിട്ടുള്ള CPIM-ൽ നിന്ന് പിളർന്നു പോകുന്ന ഒരു വിഭാഗം മനുഷ്യരുണ്ടായിരുന്നു. മനസ്സിലായ? അവർ ഇവിടുത്തെ ഒരുപാട് ജന്മിമാരെ അനിഹിലേറ്റ് ചെയ്തിട്ടുണ്ട്. അങ്ങനെയാണ് നമ്മുടെ ജന്മിത്വം ഇവിടെ അവസാനിക്കുന്നത്. ഓക്കെ. അപ്പോൾ ആ മൂവ്മെൻറ്റിൽ 17ാമത്തെ വയസ്സിൽ വന്ന ഒരാളാണ് ഞാൻ. പേടിയില്ല. അന്ന് മരണം മുന്നിൽ കണ്ടാണ് വരുന്നത്. മരിക്കും, ആ പ്രസ്ഥാനത്തിൽ പോയാൽ മരിക്കും. ഒരു ധീരസഖാവ. ധീരയാണെന്ന് എനിക്കറിയില്ല. മരിച്ചാലും നീതിക്ക് വേണ്ടി നിൽക്കണം എന്ന് കരുതി വരുന്നവരാണ് ഞങ്ങൾ അന്ന്. ഇന്ന് ആ പ്രസ്ഥാനം ജനാധിപത്യ പ്രസ്ഥാനമാണ്. ഞങ്ങൾ അത്തരത്തിലുള്ള എല്ലാ തീവ്രവാദ പ്രവർത്തനങ്ങളും അവസാനിപ്പിച്ച ആൾക്കാരാണ്. ജന്മിത്വവും ഇവിടെ ഇല്ല. പണ്ട് ജന്മിമാർ എന്ത് ചെയ്തിരുന്നറിയാമോ? ആ ജന്മിമാർ വയനാട്ടിലൊക്കെ അവരുടെ കുടുംബങ്ങളിലുള്ള ചുറ്റും പണി ചെയ്യുന്ന ആളുകളില്ലേ, അവർ ഒരു കല്യാണം കഴിച്ചാൽ ആ കല്യാണം കഴിച്ചു കൊണ്ടിരുന്ന പെൺകുട്ടീനെ ആദ്യ രാത്രി ഈ ജന്മിക്കുള്ളതാണ്. കിടപ്പറ പങ്കിടണം. ജന്മിക്കുള്ളതാണ്. അതൊന്നും അങ്ങനെ ആവർത്തിക്കണ്ടല്ലോ. പറഞ്ഞത് മനസ്സിലായില്ലേ അതിൻ്റെ സെൻസ്? താൻ അങ്ങനെ ചെയ്യുമോ? തൻ്റെ ഭാര്യനെ ജന്മിക്ക് കൊടുക്കുമോ? ഇല്ലില്ല. അതിനെതിരായിട്ട് ജന്മിമാരെ തന്നെ തട്ടിക്കളഞ്ഞൊരു പാർട്ടിയാണ്. ആ കരുത്ത് എനിക്കുണ്ട്. അപ്പോൾ ഈ സൈബർ ആക്രമണം നടത്തി. അപ്പം എന്നെ മാറ്റണം, അത് അവരുടെ ആഗ്രഹമായിരുന്നു. അല്ല, ഒരുപക്ഷെ എന്തുകൊണ്ട് അഡ്വക്കേറ്റിനെ മാറ്റിയത് കൊണ്ട് അവർക്ക് എന്താണ് ഗുണം? ഞാൻ ഈ കേസിൽ ഇല്ലാന്നേ, അവർക്ക് വിവരമില്ലാത്തതുകൊണ്ടാണ്. ഓക്കെ, അതാണ് ഇതിലെ കാര്യം. യഥാർത്ഥത്തിൽ ഈ കേസ് നടത്തുന്നത് പ്രോസിക്യൂട്ടർ ആയിട്ടുള്ള രാജകുമാർ സാറാണ്. ഓക്കെ. അദ്ദേഹത്തിന് അസിസ്റ്റ് ചെയ്യുക എന്ന് പറയുന്നത് മാത്രം ഞാൻ ചെയ്യണത്. ഓക്കെ. പക്ഷെ പുറത്തു നിന്ന് അതിജീവിതയ്ക്ക് വേണ്ടി സ്ട്രോങ് ആയിട്ട് ഞാൻ സംസാരിക്കുമ്പോൾ അവർ എങ്ങനെയെങ്കിലും എന്നെയും കൂടി മാറ്റണം. ഓക്കെ. അവർക്ക് ആരും ഉണ്ടാവാൻ പാടില്ല. ഒറ്റപ്പെടണം. അവരൊറ്റപ്പെടണം. അതായിരുന്നു അതിനു വേണ്ടി പറയുന്നതാ. എനിക്കിതൊന്നും പ്രശ്നമില്ല. ഇപ്പം മറുനാടൻ മലയാളം എന്തോരായി എനിക്കിത് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. പറയുന്നത് കേൾക്കുമ്പോൾ വിഷമമുണ്ടോ? ഇല്ല. കാരണം എന്താ വെച്ചാൽ അത് മനഃപൂർവ്വം പറയുന്നതെന്ന് എനിക്കറിയാലോ. കാരണം അങ്ങനെ ഒരു സംഭവങ്ങളില്ല. ഇയാൾ ഇതൊരു ബന്ധമില്ലാത്ത കാര്യങ്ങളൊക്കെ പണ്ട് എന്നും പറഞ്ഞിട്ടാണ് ഈ പറയണത്. ഈ ദിലീപ് കേസുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലുമാണ് പറയണതെങ്കിൽ നമുക്ക് മനസ്സിലാക്കാം. ഇതല്ലാത്ത കുറേ കാര്യങ്ങൾ പറയാം. ഞാൻ കൊള്ളില്ലാത്ത വക്കീലാണ്. കോടതിയിൽ പ്രസൻറ്റ് ചെയ്യാൻ അറിയാൻ പാടില്ല. കോടതിയിൽ കേസ് നടത്താൻ അറിയാൻ പാടില്ല. ഞാനല്ലേ ഈ കേസ് ജയിച്ചത്. എവിടെ ജയിച്ചു എന്ന് ചോദിക്കുമ്പോൾ എന്ത് ഉത്തരം തരും? എടോ, മെമ്മറി കാർഡിന്റെ കേസ് അറിയോ തനിക്ക്? അറിയാം. ആ കേസ് ജയിച്ചു. അത് ആരാ ജയിച്ചേ? അല്ല, ഞാൻ ചോദിക്കുന്നത് അത് അതിജീവിത ജയിച്ചു. അതിജീവിതയ്ക്ക് അഡ്വക്കേറ്റ് ആരായിരുന്നു? TB വിനി. അതത്രേ ഉള്ളൂ. അല്ല, അപ്പോഴും ഞാൻ ചോദിക്കുന്നത് കേസ് വേറെ നടത്തിയിട്ടില്ല. ഓക്കെ, അപ്പൊ അതൊന്ന് ക്ലിയർ ആയിട്ട് പറയണം ജനങ്ങളോട്. ജനങ്ങൾ ഇപ്പോഴും വിശ്വസിക്കുന്നത് എന്ത് വിശ്വസിച്ചോട്ടെ, ജനങ്ങൾക്ക് എന്നെ അറിയാം. ആണല്ലല്ല, 56 വയസ്സായി. 17 വയസ്സ് മുതൽ ഇവിടെ ഉണ്ട്. ഇവിടെ ഈ 21ാമത്തെ വയസ്സിൽ ലോ കോളേജിൽ വന്നപ്പോഴേ 4 പേരെ വെച്ച് സ്വാശ്രയ കോളേജിനെതിരെ സമരം ചെയ്ത 4 പേരെ വെച്ച് അഡ്വക്കേറ്റ് മിനിനെ ജനങ്ങൾക്ക് അറിയാം, നന്നായിട്ടറിയാം. നിങ്ങൾക്കിപ്പോൾ ചെറുപ്പക്കാർക്ക് കുറേ ആൾക്കറിയില്ല. നിങ്ങളിപ്പോൾ ഞങ്ങളൊന്നും ശ്രദ്ധിക്കില്ല. പ്രായമായി ശ്രദ്ധിച്ചുകൊണ്ടാണ് ഇവിടെ വരിക്കുന്നത് കേട്ടോ. ഇല്ല, ഇതിപ്പോൾ ഈ കേസിൻ്റെ കാര്യമായതുകൊണ്ടാണ്. ഞങ്ങളൊന്നും ശ്രദ്ധിക്കണില്ല. നിങ്ങൾക്കിപ്പോൾ നിങ്ങളുടെ ഈ ചെറുപ്പക്കാരുടെ ലോകം വേറെയാണ്. പിന്നെ അവർ ഈ നാട്ടിൽ നിന്നും പോവുകയാണ്. പിന്നെ ഈ നാട്ടിൽ കിടന്നിങ്ങനെ പാവം പണിയെടുക്കണം നിങ്ങളെന്തിനാ ശ്രദ്ധിക്കുന്നത്? ഈ എത്ര വർഷത്തെ എക്സ്പീരിയൻസ് ഇപ്പോൾ ഈ അഡ്വക്കേറ്റിലുണ്ട്? 30 വർഷമായി. 30 വർഷമായി. 6ാമത്തെ മാസത്തിൽ ഇൻഡിപെൻഡൻ്റ് ആയാളാണ് ഞാൻ. ഓക്കെ. എൻ്റെ വക്കാലത്ത് നിങ്ങൾ ഹൈക്കോടതിയിൽ മാത്രം, മറ്റു കോടതികളൊന്നും നോക്കണ്ട, ഹൈക്കോടതിയിൽ മാത്രം ഈ വർഷം എനിക്ക് എന്തൊരു വക്കാലത്തുണ്ട് നോക്കും. ഞാൻ എന്നിട്ട് ചെറിയ വക്കീലാണെന്ന് നിങ്ങൾ ചോദിച്ചാൽ മതി. ഏത് കേസ് ഞാൻ തോറ്റത് പറയും. അതെ, നിങ്ങൾ അന്വേഷിച്ചിട്ട് നിങ്ങൾ ചാനലിൽ പറഞ്ഞു ഞാനൊരു കേസ് ഈ വർഷം നടത്തി ഏതെങ്കിലും ഒരു കേസ് ഞാൻ തോറ്റിട്ടുണ്ടോ എന്ന് പറയും. പോട്ടെ, 5 വർഷത്തിനുള്ളിൽ ഏതെങ്കിലും കേസ് ഞാൻ തോറ്റിട്ടുണ്ടോ എന്ന് പറയും. പിന്നെ ആളുകള് അഡ്വക്കേറ്റ് TB വിനി കൊള്ളത്തില്ല, വക്കീലൊക്കെ പോരാ, എന്ത് ചെയ്യാൻ പറ്റും? തോന്നിയാസം പറയണേ. അവർക്കൊരു മറുപടി കൊടുക്കണ്ടേ? എന്തിന്? ഈ വിവരമില്ലായ്മയ്ക്ക് ഒക്കെ മറുപടി പറയും. എനിക്ക് വേറെ പണിയില്ലാണ്ടിരിക്കില്ലല്ലോ. ഇപ്പം നാളെ രാവിലത്തേക്കുള്ള കാര്യങ്ങൾ ഇന്ന് എനിക്ക് പ്രിപ്പയർ ചെയ്യാം. താനിവിടെ എന്നെ പിടിച്ചിരുത്തുമ്പോൾ എൻ്റെ ടെൻഷൻ അതാ. നമുക്ക് അതിന്റെ പിറകെ പോകാൻ സമയമില്ല. എന്റെ കക്ഷികളെ വിശ്വസിച്ചേപ്പിച്ചിരിക്കുന്നത് എനിക്ക് അവർക്ക് ചെയ്തു കൊടുക്കണം. അപ്പൊ പറയുന്നവര് പറഞ്ഞുകൊണ്ടിരുന്നോട്ടെ, അഡ്വക്കേറ്റ് മിനി തളരത്തില്ല. എന്നെ തളർത്താൻ അവരെ കൊണ്ട് 10 ജന്മം തള്ളറിയില്ല.
ഉറച്ച വിശ്വാസമാണ്. താൻ എന്നെ വെട്ടി കണ്ടിച്ചിട്ട് ഇവിടെ ഞാൻ തളരുമെന്ന് നോക്ക്. ഇതിൽ കൂടുതൽ എന്ത് പറയാൻ? അതൊരു സഖാവിൻ്റെ ഉന്മേഷം കേട്ടോ. ഉന്മേഷമൊന്നുമല്ല, ഞാൻ സത്യത്തിന് വേണ്ടി മാത്രം നിൽക്കും.